എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയയിലേക്ക് നമ്മൾ രജിസ്റ്റേർഡ് നഴ്സസിന്റെ പൊസിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് പ്രീ എംപ്ലോയ്മെന്റ് ഫോംസ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ അതിലൊന്നാണ് നമ്മുടെ വാക്സിൻ പ്രൂഫ്, VPD, വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് ഫോംസ് എന്നൊക്കെ അറിയപ്പെടുന്ന വാക്സിൻ പ്രൂഫ് സർട്ടിഫിക്കറ്റിന്റെ സബ്മിഷൻ. ഈ VPDനെ പറ്റി മുൻപൊരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്ത് കഴിഞ്ഞപ്പം കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രീ എംപ്ലോയ്മെന്റിൽ ചെക്ക് ചെയ്യേണ്ട, സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് ആണെന്ന് അറിയത്തുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവരത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ VPD വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. നിങ്ങളത് ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വാക്സിൻ പ്രൂഫ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് ആ എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ നമ്മൾ എടുത്ത വാക്സിനുകളുടെ എല്ലാം പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണമെന്നില്ല. ഇപ്പൊ എംപ്ലോയർ ഒരു ലിസ്റ്റ് ഓഫ് വാക്സിനുകളായിരിക്കും മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പൊ അതിൽ ചിലത് നമ്മുടെ പ്രീവിയസ് എംപ്ലോയറുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ കറണ്ട് എംപ്ലോയറുടെ അടുത്ത് നിന്നായിരിക്കും എടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ പ്രൂഫ് നമ്മുടെ കയ്യിൽ അവർ തന്നിട്ടുണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ പ്രോബ്ലംസ് വരുന്നവർക്ക് ഒരു പരിഹാരത്തിനായി 3 വിധത്തില് നമുക്ക് ഈ VPDയുടെ സർട്ടിഫിക്കേഷന്റെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ നമ്മൾ വാക്സിൻ എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു പ്രൂഫ് കിട്ടും, അല്ലെങ്കിൽ ഒരു വാക്സിൻ കാർഡ് കിട്ടും. അത് സബ്മിറ്റ് ചെയ്യുക, അതിന്റെ ഒരു ഫോട്ടോകോപ്പി സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് സീറോളജി ടെസ്റ്റിന്റെ റിസൾട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ. ഇനി മൂന്നാമത്തത് നമുക്ക് ആ ഒരു അസുഖം വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ 3 രീതിയിലാണ് നമുക്ക് ഈ വാക്സിൻ സർട്ടിഫിക്കേഷന്റെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യാവുന്നത്. ഈ VPD സബ്മിഷന്റെ സമയത്ത് ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് പറയാം. ഞാൻ എടുത്ത വാക്സിനുകളുടെ ഒന്നും പ്രൂഫ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ആകെപ്പാടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ എംപ്ലോയറുടെ അടുത്ത് അതായത് UK ഞാൻ വന്നതിന് ശേഷം കുറച്ച് വാക്സിനേഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വാക്സിനുകളുടെ ഒക്കെ റിപ്പോർട്ട് ഒക്യുപേഷണൽ തെറാപ്പിയിൽ നിന്ന് മേടിക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത് ഞാൻ ചെയ്തത്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്തു. അപ്പൊ അതിന് 2 വീക്സ് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ 2 വീക്സ് വെയിറ്റിംഗ് ടൈമിലിരുന്ന് ആ ഒരു ഒക്യുപേഷണൽ തെറാപ്പിയിൽ നിന്ന് ഞാൻ റിപ്പോർട്ട്സ് മേടിച്ചു. പിന്നെ എടുക്കാനുള്ള വാക്സിൻസിന് ഞാൻ GP ത്രൂ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ GPക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ വെയിറ്റിംഗ് ടൈം 4 വീക്സ് ആയിരുന്നു. ബ്ലഡ് എടുക്കാൻ 4 വീക്സ്, പിന്നെ എന്റെ റിസൾട്ട് വരാൻ പിന്നെയും സമയം എടുക്കും. അപ്പൊ ഈ ഒരു ഇത്രയും വലിയൊരു ഗ്യാപ്പ് എനിക്ക് ഇവിടുത്തെ എംപ്ലോയറുടെ അടുത്ത് പറയാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, UK ട്രാവൽ ക്ലിനിക്കുകളുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് അന്വേഷിച്ചു ഏതൊക്കെ വാക്സിനുകളാണ് അവിടെ കൊടുക്കുന്നതെന്ന്. അപ്പൊ എല്ലായിടത്തും ഒന്നും എല്ലാ വാക്സിനും കൊടുക്കത്തില്ല. അപ്പൊ നമ്മൾ ഓരോ ഫാർമസികളിൽ പോയിട്ട് ചോദിക്കണം. അപ്പൊ ഞാൻ രണ്ടാമത്തെ ഫാർമസി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആവശ്യമുള്ള വാക്സിൻ അവിടെ നിന്ന് കിട്ടിയത്. അപ്പൊ ട്രാവൽ ക്ലിനിക്കിൽ പോയിട്ട് നമുക്ക് ആ വാക്സിനുകൾ എടുക്കാവുന്നതാണ്. അവർ നമുക്ക് ഇന്ന ആവശ്യത്തിനാന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ നമുക്ക് അതിനുള്ള പ്രൂഫ് തരും. ആ പ്രൂഫ് നമുക്ക് ഫോട്ടോകോപ്പി എടുത്ത് അയച്ചു കൊടുക്കാവുന്നതാണ്. എന്റെ എംപ്ലോയർ തന്ന VPD ഫോമിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫസ്റ്റ് ഡോസ് ഓഫ് MMR ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, പക്ഷേ എംപ്ലോയ്മെന്റ് കമൻസ് ചെയ്ത് വിതിൻ 3 മന്ത്സിനുള്ളിൽ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചില റിലാക്സേഷൻസ് അവർ തരും. ഇനി നമ്മൾ ഈ അസുഖം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുവാണെങ്കിൽ, ഡിക്ലറേഷൻ കൊടുക്കുവാണെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ചിക്കൻ പോക്സ് ഒക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റേഷൻ കൊടുക്കുമ്പോൾ അത് മെഡിക്കൽ പ്രാക്ടീഷണർ തന്നെ കൊടുക്കണം എന്നുണ്ട്. നമുക്ക് എന്താണോ അസുഖം വന്നത് ആ ഒരു ഡേറ്റ് ഇട്ടിട്ട് ഈ മെഡിക്കൽ പ്രാക്ടീഷണർ തന്നെ ഡിക്ലറേഷൻ കൊടുക്കണം എന്നുണ്ട്. ഈ ഒരു VPD ഫോമിന്റെ മോഡൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് VPD ഫോമിന്റെ ഒരു മോഡല്. അപ്പോൾ ഓരോ എംപ്ലോയർ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 1-2 വാക്സിന് വ്യത്യാസം വന്നേക്കാം. എന്നാൽ ഒരു ബേസിക് മോഡൽ ഇതാണ്. ഇനിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ഓർത്തിരിക്കാനുള്ളത്, ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നത് നിങ്ങളുടെ മെഡിക്കൽ പ്രാക്ടീഷണർ, നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന മെഡിക്കൽ പ്രാക്ടീഷണറോ GPയോ രജിസ്റ്റേർഡ് നഴ്സോ അല്ലെങ്കിൽ ഒക്യുപേഷണൽ ഹെൽത്ത് പ്രൊവൈഡറോ ആയിരിക്കണം. നിങ്ങൾക്ക് തന്നെ ഈ ഫോം ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.